പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസം 1-ാം തീയതി, അതായത് ഈ ദിവസം അർദ്ധരാത്രിയോടുകൂടി സൗഭാഗ്യത്തിൻ്റെ പടിവാതിലുകൾ തുറന്നു കിട്ടുന്ന നക്ഷത്ര ജാതകർ 2025 വരെ ഈ നാളുകാർക്ക് സാമ്പത്തിക ഉന്നതിയുടെ ദിവസങ്ങളാണ്. ഇനി അംബാനിയെപ്പോലെ ജീവിക്കാൻ ഭാഗ്യം ചെയ്ത ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. 2025 മുമ്പ് ഇവർക്ക് നല്ല നല്ല നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ധനപരമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് അവരിൽ നിന്ന് വിട്ടൊഴിയും. അതുപോലെ തന്നെ ധനത്തെ സംബന്ധിച്ചിട്ടുള്ള കലഹങ്ങളും ഒക്കെ മാറിത്തുടങ്ങും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇതുവരെ നേരിട്ട കാലതാമസം മാറിക്കിട്ടും. ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നുള്ള കാര്യതടസ്സങ്ങൾ മാറും. വ്രണങ്ങൾ, ഒടിവ്, ചതവ്, മുറിവ്, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവയും മാറിത്തുടങ്ങും. വാദബന്ധിയായ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹബന്ധിയായ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി നല്ല വിവാഹ ജീവിതം ലഭിക്കാനും ഈ ഏപ്രിൽ മാസത്തിൽ ഭാഗ്യം കാണുന്നുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉള്ളവരെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങൾ ജീവിതത്തിൽ ഇവരെ ഒരുപാട് ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കും. ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയും വിദ്യാർത്ഥികൾ തമ്മിൽ കലഹത്തിനും ഇടയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനും കച്ചവടക്കാർക്ക് കച്ചവട സാധനങ്ങൾ വിറ്റഴിക്കാനും സാധിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. മനസ്വസ്ഥത ലഭിച്ചു തുടങ്ങും. ഇനി എന്ത് എന്ന ആശങ്ക എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നവർക്ക് ഒരു നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ദാമ്പത്യ കലഹങ്ങൾ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു തുടങ്ങും. വിവാഹമോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച വിജയിക്കും. വയറിന് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ മാറിക്കിട്ടും. വായുകോപം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാൻ സാധിക്കും. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഇവർക്ക് സാധിക്കും. വിദേശ പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാകും. സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങും. ഭൂമിയുടെ കച്ചവടം ലാഭത്തിൽ ആകും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാനും ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അവസരം ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം വർദ്ധിക്കും. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരെ വരാം. പലവിധ ദുഃഖ അനുഭവങ്ങളും മാറിക്കിട്ടും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും. കലഹഭയം വിട്ടൊഴിയും. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇവർക്ക് സാധിക്കും. ഭാര്യാഭർത്തൃ കലഹങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. എല്ലാ മേഖലകളിലും ഐശ്വര്യവും സമൃദ്ധിയും തൊഴിലാളികൾക്ക് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഈശ്വര ഭജനത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം.
ധനനേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. സന്താനം ഉൽപാദനത്തിനുള്ള ചികിത്സകൾക്ക് ഫലം കാണും. പലവിധ രോഗാരിഷ്ടതകളും മാറിത്തുടങ്ങും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകാനും യോഗം കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ 100% വിജയത്തിൽ എത്തും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ശത്രുക്കളുടെ ശല്യം കുറയുകയും സന്തോഷ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുകയും സാമ്പത്തിക പുരോഗതിക്കുള്ള വഴികൾ തെളിയുകയും ചെയ്യുന്ന ദിവസമാണ് ഇവരെ കാത്തിരിക്കുന്നത്. മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ അകൽച്ച ചില സാഹചര്യത്തിൽ ദുഃഖം ഉണ്ടാക്കും. ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകളൊക്കെ മാറിക്കിട്ടും. രോഗാരിഷ്ടതകൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളും മാറും. ആയുർഭീതി അകലും. ത്വക്ക് രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ചില പ്രതീക്ഷകൾ അനുകൂലമായിട്ട് തന്നെ വരും. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ ഒരു പ്രയാസവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല. ബന്ധുജനങ്ങളുടെ സഹായം എല്ലാ മേഖലകളിലും ലഭിക്കും. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാനാകും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയാൽ സാഹചര്യം അനുകൂലമാണ്. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പറയാം ഭാഗ്യശാലികളായ പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച്. 2025 വരെ പൂരം നക്ഷത്രക്കാർക്ക് ദൈവ അനുഗ്രഹം കൊണ്ട് ധനപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. അതുപോലെ തന്നെ ജീവിതത്തിലെ സുഖകാര്യങ്ങൾക്ക് ഇതുവരെ നേരിട്ട തടസ്സങ്ങളൊക്കെ മാറും. വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങളും മാറിക്കിട്ടും. വാദബന്ധിയായ രോഗങ്ങൾ, നേത്രരോഗം ഇവ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുർജനങ്ങളുമായിട്ടുള്ള സഹകരണങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. വീട്ടിൽ സന്തോഷം നിറഞ്ഞ സാഹചര്യമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാരോടും അതുപോലെ തന്നെ മക്കളോടും നല്ല ഐക്യതയോടുകൂടി കുടുംബജീവിതം നയിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കും. കടങ്ങൾ തീർക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. വിവാഹ ആലോചനകളിലെ തടസ്സം നീങ്ങി. എല്ലാ ശുഭമായിട്ട് ഭവിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സഹായികളുമായിട്ട് ബന്ധപ്പെട്ട് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ ഈ നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ധനാഗമങ്ങൾ ധാരാളം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് 2025 വരെ അത്തം നക്ഷത്ര ജാതകരിൽ കാണുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധനത്തെ ചൊല്ലിയുള്ള കലഹങ്ങളും കൂടുതലാകാൻ സാധ്യതയാണ്. അതൊഴിവാക്കാൻ ശ്രദ്ധിക്കണം. മറ്റു കാര്യങ്ങളിലെല്ലാം നല്ല പുരോഗതിയും രോഗശാന്തിയും ഉണ്ടാകും. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കും. വലിയ ദുഃഖ അനുഭവങ്ങളൊക്കെ അതിജീവിക്കും. ആദിവ്യാധികൾ ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും. ബന്ധനാവസ്ഥയ്ക്ക് ചില ഔഷധ സേവകളൊക്കെ വേണ്ടിവരാം. യാത്രകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഗൃഹനിർമ്മാണത്തിനുള്ള വിജയം 100% വിജയം കാണും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പൊതുവെ ആരോഗ്യവും ഈ കാലഘട്ടത്തിൽ മെച്ചപ്പെടും. ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ, അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ സാധ്യത കാണുന്നു. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതോടുകൂടി സാമ്പത്തിക പുരോഗതി ഉണ്ടാകുകയും ചെയ്യും. ഈ നക്ഷത്ര ജാതകർ ഈ കാലഘട്ടങ്ങളിൽ ചതിയിൽപ്പെടാതെ ഒന്ന് സൂക്ഷിക്കണം. വാക്കുദോഷം മൂലം ശത്രുക്കൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉദരരോഗം, കാൽപാദങ്ങളിൽ ഒടിവ്, ചതവ് ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ വിജയം കാണും. മനോവിചാരം ഈ കാലഘട്ടത്തിൽ വളരെ കുറയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എണ്ണ അഭിഷേകം ചെയ്ത് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.